ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ക്ഷേത്രത്തിൽ വിവാഹത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്ത് സുഭാഷും നിധിയും സുധീഷും ഒക്കെ സുനന്ദയെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് സുനന്ദയ്ക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. സുനന്ദ മുത്തശ്ശിക്ക് ടി വിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാമെന്ന് കരുതി പുറത്തിറങ്ങുന്നുണ്ട്. ആ സമയത്ത് തന്നെ നിധി സുനന്ദയെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്ന കാരണം സുനന്ദയ്ക്ക് ഫോൺ എടുക്കാൻ കഴിയത്തില്ല. കുറച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റുകളും ആധാറും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ബാഗും എല്ലാം എടുത്തുകൊണ്ടാണ് പുറത്തോട്ടിറങ്ങാൻ ശ്രമിക്കുന്നത്. കാരണം ആധാറും വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധാറിൻ്റെ ആവശ്യമുണ്ട്, സർട്ടിഫിക്കറ്റുകളും ഒക്കെ ആവശ്യമുണ്ട്. അങ്ങനെ പുറത്ത് ഇറങ്ങാൻ ശ്രമിക്കുന്നതിൻ്റെ സ്പോട്ടിൽ ആ സമയത്ത് തന്നെ ലളിത കയറി വരികയാണ്. എന്തോ എടുക്കാൻ മറന്നതുപോലെ കയറി വരുന്ന സമയത്ത് സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്ന സുനന്ദയെ കണ്ടു ചോദിക്കും, നീ എങ്ങോട്ട് പോകാൻ നിൽക്കുമെന്ന് ചോദിക്കും. അത് ഞാൻ ക്ഷേത്രത്തിലോട്ടോ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യം എന്തോന്ന് ചോദിക്കും. ഒന്നുമില്ല. അപ്പോൾ ഈ ബാഗ് കൈ പിടിച്ചേക്കുന്ന കാരണം ലളിതയെ കണ്ടതും ബാഗ് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ നിൻ്റെ കയ്യിലെന്ന് ചോദിക്കും. ഒന്നുമില്ല. എന്തോ അടിയെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പം കൈ തട്ടി മാറ്റുകയാണ്. പിടിച്ച് വലിച്ച് കൈ നോക്കുമ്പോഴത്തേക്ക് കയ്യിൽ ബാഗ് ഇരിക്കുന്നു. ഈ ബാഗൊക്കെ പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോകാൻ ഇറങ്ങിയാന്ന് ചോദിക്കും. സത്യം പറയടി, എങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാമെന്ന് പറയും. ഇറങ്ങിപ്പോവാൻ? എങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ? എനിക്ക് നിങ്ങളെ ആലോചിച്ച് വിവാഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കൂടെ പോവുക. സുഭാഷ് ചേട്ടൻ എൻ്റെ വിവാഹം ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമെന്നൊക്കെ പറയും. എന്തുകൊണ്ട് നീ പറയുമെന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിൻ്റെ അച്ഛൻ, ആ മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ട് നീ ഇറങ്ങി പോകുമെന്ന് ചോദിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സുഭാഷ് ചേട്ടനോട് മാത്രമേ ജീവിക്കത്തുള്ളൂ. എനിക്ക് സുഭാഷ് ചേട്ടനെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയും. നീ എന്ത് കണ്ടിട്ടാണ് ആ മേശ്ശേരി ഇഷ്ടപ്പെടുന്നത്? നല്ലൊരു വീടില്ല, നല്ലൊരു ജോലിയില്ല, അതൊരു എത്രയോ നല്ല ആലോചന നിൻ്റെ അച്ഛൻ നിനക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നിനക്കത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലളിത അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സുഭാഷ് ചേട്ടനെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കരയുകയും ചെയ്യും. ഉടനെ മുത്തശ്ശി വന്നിട്ട് പറയും, എന്തോ സുനന്ദ നീ എന്തോ കാണിക്കുന്നത്? 2 ദിവസം കഴിഞ്ഞാൽ നിൻ്റെ വിവാഹമാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. കാരണം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് സുനന്ദയെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പം സുനന്ദ പറയും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇറങ്ങി പോകുമെന്ന് പറയും. അപ്പോഴത്തേക്ക് അവസാനം ലളിത പറയും, ശരി എങ്കിൽ നീ പൊയ്ക്കോ, നീ നിൻ്റെ കഴുത്തിലാവും താലി കിട്ടുന്ന സമയത്ത് എൻ്റെ ചിത ഇവിടെ എരിയുമെന്ന് പറയും. ഞാൻ പിന്നെ ഒരു നിമിഷം ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് സുനന്ദ അങ്ങ് കരയുവാണ്. സ്വന്തം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ സുനന്ദയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനും നിൻ്റെ അച്ഛനും പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് സുനന്ദ ബാഗൊക്കെ അങ്ങ് താഴെ ഇട്ടിട്ട് കിടന്നങ്ങ് കരയും. പറയും, നീ ഒരു കാര്യം ചിന്തിച്ചോ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിൻ്റെ അച്ഛന് ഗൾഫിൽ വെച്ചൊരു അറ്റാക്ക് വന്നു, അത് നിൻ്റെ മാമൻ പോലും നിൻ്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ടാണ് നിൻ്റെ മനസ്സ് വേദനിക്കില്ലെന്ന് കരുതി. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിൻ്റെ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് നീ നിൻ്റെ ഇഷ്ടത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് എല്ലാവരും കരയും. സുനന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുനന്ദ ആ ബാഗ് താഴെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് അങ്ങ് പൊട്ടി കരയുകയാണ്. കാരണം അച്ഛനും അമ്മയും നഷ്ടപ്പെടുത്താനും പറ്റത്തില്ല, സുഭാഷിനെ മറക്കാനും കഴിയത്തില്ല. കുറേ സമയം കഴിഞ്ഞിട്ടും സുനന്ദയെ കാണത്തില്ല. അപ്പോഴത്തേക്ക് തിരുമേനി ചോദിക്കും, സമയം മുഹൂർത്തം തീരാറായി, ഇനി എപ്പോൾ ആ കുട്ടി വരുമെന്ന് ചോദിക്കും. ഇപ്പോൾ വരും തിരുമേനി എന്ന് പറയും. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഹരിക്കും നികേഷിനൊക്കെ നല്ല ടെൻഷനുണ്ട്. നികേഷ് ചോദിക്കും, സുനന്ദേച്ചി വരുമോ എന്ന് ചോദിക്കും. വരും എന്ന് പറയും. അങ്ങോട്ടേക്ക് സമയം കഴിയുമ്പോഴത്തേക്ക് തിരുമേനി വന്നിട്ട് താലിയും മാലയെല്ലാം എടുത്ത് സുഭാഷിനെ കൊടുക്കും. സമയം മുഹൂർത്തം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് മാലയെ കൊണ്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് നിധിയുടെ കണ്ണൊക്കെ അങ്ങ് നിറയും. അപ്പോൾ നിധി പറയും, സുഭാഷ് ചേട്ടൻ ഞാൻ കാരണമല്ല ഇതെല്ലാം സംഭവിച്ചത്. സുഭാഷ് ചേട്ടനോട് പറഞ്ഞ് ഞാനിവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന്. അച്ഛയ്ക്കും മോളെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, സുനന്ദ പറഞ്ഞ കാര്യമില്ല നീ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്കത് അത്രയൊക്കെ വിധിച്ചിട്ടുള്ളൂ, എനിക്കതിലങ്ങ് വിഷമമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് സുഭാഷിന് നല്ല വിഷമമാണ്. അങ്ങനെ സുഭാഷ് ആ താലിയും മാലയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഇരിക്കുകയാണ്. സുനന്ദയ്ക്ക് അങ്ങോട്ട് വരാനും പറ്റത്തില്ല. നിധിക്കും സുധീഷിനൊക്കെ നല്ല വിഷമമുണ്ട്. അങ്ങനെ സുഭാഷ് ആ ക്ഷേത്രം വിട്ടിരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി വീട്ടുകാർ ധിക്കരിച്ച് ഇനി സുനന്ദ ക്ഷേത്രത്തിലോട്ട് വരുമോ എന്നതിൻ്റെയൊക്കെ കഥകളാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.